ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. നിലക്കടല കൊണ്ട് വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ സ്നാക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് വെള്ളക്കടലയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ 1 കപ്പ് അളവിൽ, അതായത് ഏകദേശം 250 ഗ്രാം അളവിലുണ്ട്. അതൊന്ന് ഒരു 10 മണിക്കൂറോളം, അതായത് രാത്രിയിൽ വെള്ളത്തിലിട്ട് കുതിർക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോൾ നന്നായിട്ടൊന്ന് കുതിർന്നിട്ടുണ്ടാകും. വൈകുന്നേരത്തേക്കാണെന്നുണ്ടെങ്കിൽ രാവിലെ ഇട്ടിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ടാകും. അങ്ങനെ കുതിർത്തെടുത്തിട്ടുള്ള കടലയാണിത്. ഇനി നമുക്ക് വേണ്ടത് ഇതിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് മാറ്റി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് എടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് വളരെ കുറച്ച് മാത്രം കടല ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇതിനോടൊപ്പം ഇനി ചേർക്കേണ്ടത് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്ത ഇഞ്ചിയാണ്. മീഡിയം സൈസ് വലിപ്പത്തിനുള്ള ഒരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. കൂടെ വേണ്ടത് പച്ചമുളകാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുക്കാം. ഞാനിപ്പോൾ 4 എടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ 2 പച്ചമുളക് അല്ലെങ്കിൽ 1 പച്ചമുളക് ചേർത്താലും മതിയാവും. ഇതിനോടൊപ്പം ഇനി വേണ്ടത് പെരിഞ്ജീരകമാണ്. മുഴുവൻ പെരിഞ്ജീരകം 1 ടീസ്പൂൺ നിറയെ തന്നെ അതും കൂടി. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് ചെറിയ തരിതരിപ്പോട് കൂടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു രീതിക്ക് തരിതരിപ്പോട് കൂടിയിട്ട് നമ്മുടെ ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി കടല കൂടി ചേർക്കാം. വെള്ളം ഒട്ടും തന്നെ ചേർക്കാതെ വേണം കേട്ടോ ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. തീരെ ഫൈനായിട്ട് അരച്ചെടുക്കരുത്. അതിൻ്റെ പേരാണ് ഫസ്റ്റ് നമ്മൾ ചേരുവകളൊക്കെ ചേർത്തൊന്ന് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ പരിപ്പുടയ്ക്കൊക്കെ ഒന്ന് അരച്ചെടുക്കില്ലേ, ആ ഒരു രീതിക്ക് മാത്രമേ ഇതൊന്ന് അരഞ്ഞ് കിട്ടാൻ പാടുള്ളൂ. ഞാൻ ഇതുപോലെ ചെറിയ രീതിക്ക് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. തീരെ അരഞ്ഞും പോയിട്ടില്ല, അതുപോലെ തന്നെ ഒരുപാട് അങ്ങനെ അരയാതെയും പോയിട്ടില്ല. ആ ഒരു രീതിക്കാണ്, ഇടയ്ക്കൊരു പരുവത്തിനാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അത്യാവശ്യം മിക്സിയുടെ വലിയ ജാറായതിൻ്റെ പേരാണ് ഞാൻ എല്ലാം ചേർത്തിട്ടുള്ളത്. ചെറിയ ജാറാണ് എടുക്കുന്നതെങ്കിൽ ഓരോ സ്റ്റെപ്പും അരച്ച് അതൊന്ന് മാറ്റിയിട്ട് വേണം പിന്നീട് കടല ചേർത്ത് ഇതുപോലെ തരിതരിപ്പോട് കൂടിയിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ഒരു ബോളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് 1.5 സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതാണ്. അത്യാവശ്യം ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ 2 എടുക്കാം. നല്ല വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ 1 മതിയാവും. ഇതിനോടൊപ്പം പിന്നെ വേണ്ടത് ഒരല്പം മല്ലിയില, കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുകയാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരല്പം കായപ്പൊടിയാണ്. സാമ്പാർ കായ ഉണ്ടല്ലോ, അത് തന്നെയാണ്. ഒരു 2 പിഞ്ചളവിലാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി നമ്മുടെ ഈ മിക്സിലേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാവുന്നതാണ്. 1 ടീസ്പൂൺ അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നീട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർക്കാം. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. കൈവച്ചിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. വെള്ളമൊന്നും എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇത് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഒന്ന് പിടിച്ചെടുക്കണം. ഒന്നുകിൽ ഉരുളകളായിട്ട് തയ്യാറാക്കിയെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ പരിപ്പൊടിയുടെ ഷേപ്പിൽ തന്നെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഉരുളകളാക്കിയാണ് കേട്ടോ ഇത് എടുക്കുന്നത്. ഈ ഒരു വലിപ്പത്തിനുള്ള ഉരുളയാണ് കേട്ടോ ഞാനിപ്പോൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് വേഗം ഒന്ന് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ മിക്സും ഞാനൊന്ന് റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരുപാട് പ്രഷർ കൊടുക്കാതെ, വലിയ ഷേപ്പൊന്നും വേണമെന്നില്ല കേട്ടോ. ഇതുപോലെ ചെറിയ ബോളിൻ്റെ ഷേപ്പ് കിട്ടിയാൽ മതിയാവും. ഈ ഒരു രീതിക്ക് എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം ഞാനിപ്പോൾ ഒന്ന് മീഡിയത്തിനും ലോക്കും ഇടയിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. നമ്മൾ എടുക്കുന്ന ആ ഒരു പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഉരുളകൾ ചേർക്കുന്നത്. ചെറിയ തവയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ 3-4 ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഉരുളകളൊക്കെ ചേർത്തിട്ട് ഉടൻ തന്നെ ഇളക്കി കൊടുക്കാൻ വേണ്ടി നിൽക്കരുത്. ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം ലൈറ്റായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് ഫ്രൈ ആകാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം എല്ലാ സമയത്തും മീഡിയത്തിൽ വെച്ചിരിക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ പുറം ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് കളറ് മാറി വരണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ മാത്രമേ ഇത് എടുക്കാൻ പാടുള്ളൂ. കാരണം ഇതിനുള്ളിൽ വെച്ചിരിക്കുന്ന നമ്മുടെ ആ കടലയൊന്നും വേവിക്കാത്തതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടേണ്ടതായിട്ടുണ്ട്. ഫ്ലെയിം കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുറം ഭാഗം മാത്രം കളറ് മാറിപ്പോവും, ഉള്ളു വേകാതെ കിട്ടും. അതിൻ്റെ പേരിലാണ് കേട്ടോ ഞാനിത് എടുത്ത് പറയുന്നത്. ഇതുപോലെ ഇളക്കി കൊടുത്ത് വേണം കേട്ടോ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരല്പ സമയം കൂടി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 5 മുതൽ 7 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും സമയം കൂടി തന്നെ നല്ലൊരു കളറിൽ വന്നിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ നല്ല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും വേഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ എക്സ്ട്രാ വേറെ മാവൊന്നും ചേർക്കാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ എണ്ണയിലേക്ക് പിരിഞ്ഞു പോകുന്നുള്ള ഒരു പേടിയും വേണ്ട. ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് സൈഡായിട്ടൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, കുട്ടികൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസൊക്കെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നല്ല സൂപ്പറായിട്ട് കഴിച്ചോളും.
ഇതിലാകെ കൂടിയുള്ള ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ ആ കടല ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ട ആ ഒരു സമയം മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ നൈറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ തയ്യാറാക്കാം, രാവിലെ കുതിർക്കാൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ നന്നായിട്ട് ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടുന്നത്. ഇതുപോലെ എല്ലാം ഞാനൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. വളരെ രുചികരമായിട്ടും വളരെ എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ ഇത്. ഉറപ്പായിട്ട് ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.